അപ്പൊ ഇനി എലിമിനേഷൻ വേണോ? വേണം സാർ. നമുക്ക് ഇനി ക്വാർട്ടറിലേക്ക് പോകണമെങ്കിൽ എലിമിനേഷൻ നടത്തിയേ പറ്റുള്ളൂ. കാരണം സൂപ്പർ സ്റ്റാറിനെ ആണല്ലോ നമ്മൾ നോക്കുന്നത്. പ്രോസസ്സാണ്. അതെ, സെലക്ഷൻ പ്രോസസ്. അതെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോവാം. എല്ലാരെയും വിളിക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും എത്തി. ഇനി നമുക്ക് ആ ടോപ്പ് 5. നമ്മളിപ്പോ ഡ്രാമയൊന്നും ഇല്ലല്ലോ. ടോപ്പ് 6 ഡ്രാമയുടെ ആവശ്യമില്ല. അപ്പൊ ടോപ്പ് 6 ആണ് അല്ലേ? കാര്യം 2 പേർക്ക് ഒരേ മാർക്കുണ്ട്. ഓക്കെ, അപ്പൊ 5th പൊസിഷൻ അശ്വിൻ. चला जाता हूँ किसी की धुन में धड़कते दिल के तराने സഞ്ജയ്. तू बड़ी माशाअल्लाह. നമ്മുടെ സ്കൂൾ കുട്ടികൾ. ഇവർക്ക് 2 പേർക്കും ഒരേ മാർക്ക് കേട്ടോ. 83.8 ഒരേ മാർക്ക്. സഞ്ജയ്, കഴിഞ്ഞ തവണ ടോപ്പ് 1 ആയിരുന്നില്ലേ? എന്ത് പറ്റി? ഇത്തവണ എന്തോ ആ ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കുമല്ലോ 6th എത്തിയോ. സഞ്ജയ് സാറേ പറഞ്ഞാ മതി, ഫൈനലിലെ പാക്കലാന്ന്. അശ്വിൻ ആ 8.8 വന്നപ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ഇവന്റെ ആ ലാസ്റ്റ് പെർഫോമൻസ് 9.8 പോയി. അതിലാണ് അശ്വിന്റെ ആ ഒരു തലവര മാറിയത്. സത്യം അല്ലേ? ഭയങ്കര ടെൻഷൻ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും ഫസ്റ്റിലെ പെർഫോമൻസ് തന്നെ പാളി നിറഞ്ഞപ്പോഴത്തേക്കിനും തന്നെ കയ്യിൽ നിന്ന് പോയി. പിന്നെ എങ്ങനെയും 2 പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനെ പിടിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ലാസ്റ്റ് ആ ഒരു പെർഫോമൻസ് ഈ 2നെയും കൂടെ ചേർത്ത് പിടിക്കണം. പെർഫോമൻസ് കഴിഞ്ഞപ്പോ സംതൃപ്തനായോ? സംതൃപ്തനാണ്. മാർക്ക് മുഴുവൻ കൊണ്ടുപോയില്ല അശ്വിനെ. അശ്വിനെ നീ അടിപൊളി സിംഗറാണ്. ഉഗ്ര പാട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് 2 പേർക്കും. പക്ഷെ ഇത് എല്ലാവർക്കും ഉള്ള ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജയ് നമ്പർ 1 ആയിരുന്നു. ഇപ്പൊ എന്താ 5th പൊസിഷൻ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തും സംഭവിക്കാം. നിങ്ങളുടെ പെർഫോമൻസിലാണ് ഇതെല്ലാം കിടക്കണം. ഓക്കെ, അപ്പൊ ഇനി 4th പൊസിഷൻ. അത് ആന്തമുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് സ്വന്തമായിട്ട്. ശിവനന്ദ. ശിവനന്ദേ, കുറെ സന്തോഷം. 83.9 മാർക്സ്. കഴിഞ്ഞ ടോപ്പ് 5 ഉണ്ടായോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഏത് പൊസിഷൻ ആയിരുന്നു? കഴിഞ്ഞ തവണ 5th പൊസിഷൻ. ഉണ്ട്. ശിവനന്ദയുടെ മാർക്സ് എന്ന് പറയുന്നത് സഞ്ജയുടെയും അശ്വിൻ്റെതും 83.8 ആണെങ്കിൽ ശിവനന്ദയുടേത് 83.9. അതാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ, നെല്ലോലക്കന വ്യത്യാസങ്ങളാണ്. പേടിക്കരുത്. അടുത്തത് ഓക്കെ, 3rd പൊസിഷൻ തേജസ്. കഴിഞ്ഞ ടോപ്പ് 5 ഉണ്ടായോ? വെരി ഗുഡ്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതെ, ഗുഡ്. തേജസ്, സംഭവം ശരിയാണ്. 4th നിന്ന് 3rd എത്തി. പ്രോഗ്രസ് ഉണ്ട്. പക്ഷെ ഈ എന്ന് പറയുന്ന ഒരു സംഭവം മാറ്റണം. നമ്മൾ ഇത് എത്ര പേരുണ്ട്, നല്ല ജിൽജിലായിട്ട് നിൽക്കണം. ഓക്കെ ആണോ? ഓക്കെ സാർ. സെറ്റ്. അപ്പൊ തേജസിന് കിട്ടിയിരിക്കുന്നത് 84. ഗുഡ് ജോബ്. ഓക്കെ, 2nd പൊസിഷൻ. ഒരുപാട് സ്നേഹത്തോടെ സ്നേഹ ഓൾറെഡി ഡയറക്ട്ലി ഇന്ന
ആണ് ക്വാർട്ടറിലേക്ക്. മാർക്ക് ബേസിസിൽ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കൺഗ്രാറ്റ്സ്. സ്നേഹക്ക് ഇത് വിഷയമേ അല്ല. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. എത്ര മാർക്കാണ് സ്നേഹക്ക് ചേട്ടാ കിട്ടിയിരിക്കുന്നത് 86.3. വെരി ഗുഡ്. കൺഗ്രാറ്റ്സ് സ്നേഹ. താങ്ക് യു സർ. ടോപ്പ് 2 എന്നുള്ള നിലയിൽ എന്താണ് ഇവരോടൊക്കെ പറയുന്നത്? മൊഴിയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടോപ്പ് 5 ഇല്ലായിരുന്നു. 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 വരുന്ന ആളാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ടോപ്പ് 2 പെട്ടെന്ന് ഇങ്ങനെ വരും അങ്ങനെ ഒന്നും. പിന്നെ ഗോൾഡൻ മൈക്ക് കിട്ടിയതൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒത്തിരി ലക്കിയാണ്. ഇങ്ങനത്തെ ഒരു വേദിയിൽ ഇങ്ങനെ എസ്റ്റീംഡ് ജഡ്ജസിന്റെ മുന്നേ ഇത്ര പാടിയിട്ട് ഇങ്ങനെ സ്റ്റാൻഡിങ് ഒവേഷനും കിട്ടിയത് അത് ഭയങ്കര ദൈവാനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. നീ നന്നായിട്ട് പാടി, അതുകൊണ്ടാ. അത് ദൈവാനുഗ്രഹം കൊണ്ടാ. ഇനിയും ഇതുപോലെ നന്നായി പാടാം. ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോ ഞാനത് തന്നെ തുടരും. പിന്നെ കുറെ താങ്ക്സ് പറയാനുണ്ട് എൻ്റെ അമ്മ അച്ഛനും പിന്നെ ദൈവത്തിനോടും പിന്നെ ഗ്രൂമേഴ്സ്. നമ്മുടെ ഗ്രൂമേഴ്സ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. രൂപേഷ് സാറും രജി മാമും. അപ്പോൾ അവരോടൊക്കെ ബിഗ് താങ്ക്സ്. അറിയാം നമുക്ക് ഓൾറെഡി ഒരാൾ ഓൾറെഡി ഇന്നായിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ സീനിയറിൽ ഈ പ്രീ ക്വാർട്ടറിലെ ടോപ്പ് 1. ഞാൻ അദ്ദേഹത്തോട് ഇതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മിക്കവാറും ടോപ്പ് 3 ഉണ്ടാവും എന്നുള്ള കാര്യം. And that is Yash. യശേ കൺഗ്രാറ്റ്സ്. കുറേ സന്തോഷം. ഓൾറെഡി ഡയറക്ട്ലി ഇന്നാണ്. അതെ. അല്ല, അത് മാത്രമല്ല, യശ് ഒരു സമയത്ത് വളരെ താഴെ പോയതാ. ഡേഞ്ചർ സോണിൽ വന്നാണ്. അല്ല, യശിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത്, നമ്മളെല്ലാവരും കണ്ടത്, യശ് ഫോക്കസ്ഡ് ആണ്. ഭയങ്കര ഫോക്കസ്ഡ് ആണ് എപ്പോഴും. ആ ഫോക്കസ് പോകാതിരിക്കട്ടെ. യശിന്റെ മാർക്സ് എന്ന് പറയുന്നത് 88.9. നല്ല ഡിഫറൻസ് ആണ്. അതായത് ടോപ്പ് 5 5th പൊസിഷനിലുള്ള 2 പേർക്ക് കിട്ടിയിരിക്കുന്നത് 83.8ഉം യശിന് കിട്ടിയിരിക്കുന്നത് 88.9ഉം ആണ്. That is a huge difference. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് യശ്. താങ്ക് യു സർ. നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓൾ ഓഫ് യു ആർ ഓൾ സേഫ്. എല്ലാവരും ചെന്ന് ഇരുന്നോളൂ. കൺഗ്രാറ്റ്സ് ചക്കരകളെ. നിങ്ങൾ തകർക്ക ഉഴപ്പരുത്, ദയവ് ചെയ്ത് ഉഴപ്പരുത്. അതിനുള്ള ഒരു സമയവുമില്ല. അതെ, പ്ലീസ്. ഇനി വെറും 2 മാസം അടിച്ചങ്ങ് തകർക്കുക. ഇനിയാണ് റിയൽ കോമ്പറ്റീഷൻ. അത് നിങ്ങൾ കലക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ സില്ലി മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കാതെ. സില്ലി മിസ്റ്റേക്സും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയ്യോ ഇപ്പോഴും ഇത് തന്നെയാണോ പാടിക്കൊണ്ടിരിക്കണേ ചോദിക്കും. ഇനി വരി തെറ്റിക്കലൊന്നും ഇല്ല. വരി മറക്കുക, വരി തെറ്റിക്കുക. അപ്പൊ ഈ 6 പേര് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തി. സീക്വൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. പക്ഷെ ഇനി ഇവിടെ നിന്ന് പിന്നോട്ടുള്ളൊരു യാത്രയില്ല, ഇനി മുന്നോട്ട് മാത്രം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനിഹോ ഈ 6 പേർക്കും നല്ലത് വരുത്തട്ടെ. നല്ല പാട്ടുകൾ പ്രാക്ടീസ് ചെയ്ത് ഫൈനൽസ് വരെ എത്താനുള്ള ശ്രമം, അത് മാത്രം മതി. നമ്മുടെ സൈഡിൽ നിന്ന് ശ്രമം, ബാക്കിയെല്ലാം തരും. താൻ പാതി ദൈവം പാതി. നമ്മൾ പരിശ്രമിക്കുക, പാതി ദൈവം ചെയ്തോളൂ. പരിശ്രമിക്കുക. God bless you. All the best. Congratulations. Top 5. അങ്ങനെ ടോപ്പ് 5 സെലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് മോർ. ഇനി നമുക്ക് ഡേഞ്ചറസ് സോണിൽ എത്ര പേരാണ് വരുന്നത്, ആരൊക്കെയാണ് ഡേഞ്ചറസ് സോണിൽ എന്നറിയാം. ഡേഞ്ചർ സോൺ. എത്ര പേര് വരും അല്ലേ? ശ്രേയ, ഹന, അശ്വതി, കാർത്തിക,
കീർത്തി. ഈ 5 പേരാണ് ഡേഞ്ചർ സോണിലുള്ളത്. ബാക്കി 3 പേരും സേഫാണ്. അർച്ചന, അജൽ, അനഘ. അനഘ സേഫ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. ആക്ച്വലി ഇപ്പോൾ ഈ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 5 പേരിൽ നിന്ന് ഒരാളെ മാത്രം മതി മുമ്പോട്ട് കൊണ്ടുപോകാൻ. ബാക്കി 4 പേരും പോകേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതാരാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 5 പേരുണ്ട്, അതിൽ ഒരാൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. മാർക്സ് വെച്ച് നോക്കുമ്പോഴും എല്ലാം ഓൾമോസ്റ്റ് സെയിം, ലിറ്റിൽ ഡിഫറൻസ്. പറയൂ, നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. എന്താണ് ഇങ്ങനെ വരാൻ കാര്യം? ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും ഇതിൽ ആരാണ് അകത്തേക്ക് കേറുന്നേന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അത് പ്യൂർലി ഓൺ മാർക്സ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ഒരു നിങ്ങളുടെയൊക്കെ ഒരു നിങ്ങൾ പറയാനുള്ളത് പറയൂ. മുന്നത്തെ സ്കെഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ സ്കെഡ്യൂള് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ധൈര്യത്തോടെ വന്ന് പാടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുമുണ്ട്. ലിറിക്സിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഈ 24 പേരിൽ നിന്ന് ഈ 14 പേര് ആയി നിൽക്കുമ്പോൾ ഈ ഒരു ആളാവാൻ സാധിച്ചതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു ആദ്യം തന്നെ. പിന്നെ എൻ്റെ പാരൻസിനോടും എല്ലാവരോടും ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുന്ന് പഠിച്ചിട്ടേ ഉള്ളൂ, ഒന്നും അല്ലാതായി പോയിട്ടില്ല. പിന്നെ എപ്പോഴും കരയുന്നൊരു ഒരു ഇതുണ്ട്. യു ആർ എ വെരി ഗുഡ് സിംഗർ. അങ്ങനെ നമ്മൾ മോശമൊന്നുമല്ല. നേരത്തെ നമ്മൾ ആ സമയത്ത് അവിടെ നിന്ന് പാടുമ്പം നമ്മൾ എത്ര പഠിച്ചുകൊണ്ട് വന്നാലും ശരി, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പോയി. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് സങ്കടം വരും. ഇപ്പം എനിക്കാണേലും ഇപ്പം ഞാൻ ഒരു ജഡ്ജായിട്ട് ഇവിടെ ഇരിക്കുന്നു, പക്ഷെ ഒരു പാട്ടുകാരനായിട്ട് അവിടെ നിന്ന് പാടുമ്പം വി ആർ ഓൾ സെയിം. അപ്പോൾ പാടുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് പോണ ആ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സംഭവം അവതരിപ്പിക്കാൻ പോകുമ്പം അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇതുപോലത്തെ വിഷമം ഉണ്ടാവും. അതുകൊണ്ട് വിഷമിക്കണ്ട, നന്നായിട്ട് തന്നെ പാടി കേട്ടോ, നന്നായിട്ട് തന്നെ പാടി. കീർത്തി, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, നമുക്കൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ പറ്റും. എല്ലാത്തിനും കരയാൻ നിൽക്കരുത്. ഇല്ല സാർ, പിന്നെ അതിനുള്ള നേരമേ കാണത്തുള്ളൂ. ഇല്ല കരച്ചിൽ ഒരു നല്ല പരിപാടിയാണ്. ഫേസ് ചെയ്യണം കേട്ടോ. അശ്വതി, 5 പേര് ഡേഞ്ചർ സോണിലാണ്. ഒരാളെ ഞങ്ങൾക്ക്, അതായത് അമൃത TV സൂപ്പർ സ്റ്റാർ സീനിയറിൽ മുമ്പോട്ട് പോകാൻ ഒരാളെ മതി. അവിടെ എങ്ങനെയാണ് അശ്വതി വന്ന് പറ്റിയത്? നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. അറിയില്ല എന്താ പറ്റിയെന്ന്, പക്ഷെ എനിക്ക് എൻ്റെ മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി അത് ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ. ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ട്. അല്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാലും ഞാൻ ഇവിടുന്ന് കുറേ പഠിച്ചിട്ടുണ്ട്. അതായത് അത്രയും ബേസ് പാടിയിരുന്ന ഞാനിപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും ആയി എത്തുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് തന്നെയാണ്. എനിക്കറിയാമല്ലോ. അതെ, അപ്പോൾ ഗ്രൂമേഴ്സ് ആയാലും ഇവരെല്ലാവരും ആയാലും കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവരോട് വളരെയധികം നന്ദി പറയണു. സപ്പോസ് എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ സംഗീതം പ്രാക്ടീസ് ചെയ്യൂ, അതോ വിട്ടിട്ട് പിന്നെ ഇതിന്റെ ഒരു ഫെയിം ഉണ്ടല്ലോ ഇപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. സാർ, ഇവിടുന്ന് പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം സാറിന്റെ ഗാനമേളയിൽ പാടാന്നുള്ളതാ. അല്ലല്ല, ഇനിയിപ്പോ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടും. പിന്നെ അപ്പോഴത്തേക്ക് ഈ സംഗീതം ഇനി എന്തിനു പഠിക്കണം? ഇതാണ് സാധാരണഗതിയിൽ എല്ലാ റിയാലിറ്റി ഷോയിലും സംഭവിച്ചിരിക്കുന്ന ഒരു മെയിൻ കാര്യം. അല്ല, ഞാനിത് ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഇതില്ലാത്തൊരു ഇത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ ഒരിക്കലും പാട്ട് വിടില്ല. അതെൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിരിക്കും കൂടെ. ഓക്കെ, ദെൻ ശ്രേയ ഒരു അസാധ്യ പാട്ടുകാരിയാണ്. എങ്ങനെയാണ് ഈ ലാസ്റ്റ് മൂമെന്റിലൂടെ എത്തി? എങ്ങനെയാണ്? ആദ്യമായിട്ടാണോ ഡേഞ്ചർ സോണില്? എന്താ പറയാ,
എന്താണ് ഡെയിലി സോണിൽ പറയുന്നത്? വരാൻ പറ്റിയതിൽ ഭയങ്കര വിഷമമുണ്ട്. എന്തുകൊണ്ടാണ്? നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാട്ട് പാടിയ സമയത്ത് ഓവർ പ്രാക്ടീസ് ചെയ്തിട്ടാ തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പോയി, പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ. അപ്പം എന്താ ഇനി പറയാ, തിരുത്താമെന്ന് പറയാനും പറ്റില്ലല്ലോ. ഇല്ല. ഇനി അവസരം കിട്ടിയാലോ? അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. പഠിക്കുന്നുണ്ടോ? പാട്ടല്ല, ഇല്ല സർ. അതർ സ്റ്റഡീസ്? ഇല്ല ഇല്ല ഇല്ല. ഞാൻ BA മ്യൂസിക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് തീരുമാനം? ഇനി MA ചെയ്യണം. ഗുഡ്. ഹന? എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറയാം. ഞാൻ ഇത്രയും ഞാനൊന്നും പ്രതീക്ഷിച്ച ആളല്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇവിടുത്തെ എല്ലാ ആൾക്കാരോടും, സതീഷ് സാറിനോടും എൻ്റെ പേരൻസിനോടും, എന്നെ ഇത്രയും സ്നേഹിച്ച് എന്നെ വളർത്തിയ വേറെ ആരുമല്ല, നമ്മുടെ ഓഡിയൻസാണ്. അപ്പം അവരുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ജസ്റ്റ് ഒരു ഫെയിമാണ്. അതൊരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കൂടെ അല്ല അത് ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ സ്വയമേയാണ് നമ്മളുടെ ഫെയിം ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് എപ്പോഴും പെർമനൻ്റ് അല്ലല്ലോ, എല്ലാം ടെമ്പററി ആണ്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു നല്ലൊരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഗ്രൂമേഴ്സ് എടുക്കുന്ന എഫേർട്ട്, എന്നെ പഠിപ്പിക്കാൻ എടുക്കുന്ന എഫേർട്ടിൽ എനിക്ക് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ സാർ ടീച്ചർ എനിക്ക് എന്തുകൊണ്ടോ ഇവിടെ എത്തുമ്പോൾ എനിക്ക് സ്റ്റേജിൽ അത് പ്രാക്ടിക്കലി അത് പറ്റുന്നില്ല. പക്ഷേ സാർ ടീച്ചർ, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം സാറിനെ ടീച്ചറിനെ പ്രൗഡാക്കും. അപ്പോ ഇതിന്ന് ഇന്നാവുന്ന ഒരാൾ, ഞാനൊരു പാറ്റേണിലങ്ങ് പോവാം. അപ്പൊ ഫൈനലി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതായത് മാർക്കിന്റെ ബേസിസിൽ ഒരാളെ കൂടി ഇന്നാക്കാൻ പോവാണ്. 5 പേരുണ്ട്, അതിലൊരാളെ ഇന്നാക്കുകയാണ്. അശ്വതി 83.2 മാർക്സ്. Congrats Ashwati. Congrats. Good, you're safe. ഇനി ബാക്കി നിങ്ങൾ 4 പേരാണ്. അധികം നീട്ടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. കാരണം കൃത്യമായിട്ട് മാർക്ക് അല്ലേ നാച്ചി? പിന്നെ അതാണ് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. എഴുതി വെച്ച് കൃത്യമാണ്, നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് കിട്ടിയത് കൂട്ടി നോക്കാം, അപ്പം മനസ്സിലാവും. 88.9 ആണ് യാഷ്. അവിടുന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 83.2 ആണ് അശ്വതിക്ക്. അശ്വതി അങ്ങനെ സേഫായി. ബട്ട് സേഫായെങ്കിലും വിടരുത്. അടുത്ത കോമ്പറ്റീഷനിലോട്ടുള്ള പാട്ടുകൾ ശ്രദ്ധിച്ച് പഠിച്ച് നല്ല റേഞ്ചൊക്കെ വോയിസിനൊക്കെ വരുത്തണം കേട്ടോ. അടുത്ത 83.1. നേരത്തെ 83.2 ആയിരുന്നു അശ്വതി. 83.1. ആ വ്യക്തിയും കണ്ടിന്യൂ ചെയ്യാണ് ഞങ്ങളുടെ കൂടെ. സേഫാണ്. ദാറ്റ് ഈസ് കീർത്തി. കൺഗ്രാറ്റ്സ് കീർത്തി. ഓൾ ദി ബെസ്റ്റ്. നല്ല ധൈര്യത്തോടെ പ്രാക്ടീസ് ചെയ്യേണ്ട സമയം കരയാതിരിക്കുക. ഓക്കെ, പ്ലീസ്. ബാക്കി 3 പേരാണ്. 3 പേരിൽ ഒരാൾ കൂടെ എൻട്രി വരുന്നുണ്ട്. കാരണം ആ ഒരു സെയിം റേഞ്ചിൽ വന്നതുകൊണ്ട്. നെക്സ്റ്റ് ഈസ് 82.7. അത് കിട്ടിയത് ശ്രേയ. കൺഗ്രാറ്റ്സ്. ശ്രേയ സേഫ് ആണ്. ശ്രേയ 82.7. സോ യു ആർ സേഫ്. കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റുലേഷൻസ്. അൺഫോർച്ചുനേറ്റ്ലി, അത്രേ പറയുന്നുള്ളൂ,
അൺഫോർച്ചുനേറ്റ്ലി എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ ലോ ആയിട്ട് വന്നിരിക്കുകയാണ് ഹനയും കാർത്തിയും. 82.5 and 79.8. അത് വി കാണ്ട് ഇൻക്ലൂഡ് എന്നുള്ളതാണ് സത്യം ഇവിടുത്തെ തീരുമാനം. നമ്മുടെ കോമ്പറ്റീഷനിന് നമ്മുടെ അമൃത ടി വിയുടെ തീരുമാനം 82.5 and 79.8. ഹന 82.5, കാർത്തിക 79.8. അൺഫോർച്ചുനേറ്റ്ലി വിഷമമുണ്ട് പറയുന്നതിൽ, ഒരുപാട് വിഷമമുണ്ട്. കാരണം ഹനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചക്കരമുത്താണ്. ഹനയുടെ സംസാരം കേൾക്കാനും സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എപ്പോഴും ഹനയുടെ സംസാരിക്കുന്ന ആ ഇന്നസെൻസും, പാടുന്നതിലുള്ള ഇന്നസെൻസും, ശബ്ദത്തിലുള്ള ഇന്നസെൻസ് എല്ലാം കൊണ്ടും യു ആർ എ വെരി ഗുഡ് ഗേൾ. ഇന്നസെന്റ് ഗേൾ വിത്ത് ഇന്നസെന്റ് വോയിസ് ആൻഡ് എന്താണ് തുറന്ന ഒരു മനസ്സ്. കുറെ മിസ് ചെയ്യും മോളെ. നിനക്ക് ഞങ്ങളെ മിസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ കുറെ മിസ് ചെയ്യും. അല്ല, നിങ്ങളെ എനിക്ക് മിസ്സാവും. ഈ ഒരു ഇന്നസെൻസ്, ഇതാണ് നിന്റെ ക്വാളിറ്റി. ഇതൊക്കെ പറയുന്നത് അത് കീപ്പ് ചെയ്യാം. അല്ല, അത് ഭയങ്കര ശരിയാ. കാരണം ആരുടെയൊക്കെ പെർഫോമൻസ് വരുമ്പോഴും ഹനയുടെ പെർഫോമൻസ് വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു എന്താണ് ഇനി പറയാൻ പോകുന്നത്, പെർഫോമൻസും അത് കഴിഞ്ഞിട്ട് എന്താണ് പറയാൻ പോണെന്നുള്ള പറയാൻ പോകാതെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാതെ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതെ, കാർത്തിക് അതുപോലെ തന്നെ. കാർത്തിക നല്ല ചക്കരയാണ് നീ. അതെ, നല്ല പെങ്കൊച്ച, നോളജബിൾ ഗേൾ. താങ്ക് യു സർ. കാർത്തികയ്ക്ക് അത് മാത്രല്ല, വേറെ ഒരു കരിയർ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അതെ, ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഇവിടെ ഈ ഫ്ലോറിൽ ഇപ്പോൾ വന്നിരിക്കുന്നതിൽ. ആദ്യം തന്നെ അച്ഛനും അമ്മയുടെ അടുത്തും ഞാൻ ഒരുപാട് താങ്ക്സ് പറയണം. എന്ന് വെച്ചാൽ അവർ എന്നെ ഒരു 1-2 സ്റ്റേജെങ്കിലും TV ഫ്ലോറിൽ കൂടെ ഒന്ന് കാണണം എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ മോർ ദാൻ 25 സ്റ്റേജ് ഞാൻ ഇവിടെ പാടി. അപ്പോൾ അവർ ഒരുപാട് ഹാപ്പിയാണ്, അതിൽ ഞാനും ഹാപ്പിയാണ്. പിന്നെ എൻ്റെ ഗുരുക്കന്മാരോട്, ഗ്രൂമേഴ്സിനോട്, പിന്നെ ജഡ്ജസ് എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ്. We will miss you, Kanna. All the best. ഹന, എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരോടും നന്ദി. ഞാൻ ഇനി ഇവിടെ വരും. അല്ല, അങ്ങനെയാണ് നമ്മളെപ്പോഴും ഇപ്പൊ പാറു എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്, താൽക്കാലികമായി വിട പറയുന്നു. അതെ, ഈ ഫ്ലോർ നിങ്ങൾക്ക് എപ്പോഴും ഓപ്പൺ ആണ്. അമൃത കുടുംബം നിങ്ങളെ എപ്പോഴും വെൽക്കം ചെയ്യുന്നു. കാരണം ഇവിടുത്തെ ഒരു ഇവന്റ് വരുമ്പോഴും ബാക്കി എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് യു ഷുഡ് കം. കോമ്പറ്റീഷനിൽ നിന്നും ഒന്ന് മാറുന്നു, അത്രേ ഉള്ളൂ. ഹന ഇനി പേടിച്ച് പാടണ്ട, ധൈര്യമായിട്ട് പാടാം. ഇനി മത്സരം ആരും ജഡ്ജ് ചെയ്യുന്നില്ല ഹനേനെ, അതുകൊണ്ട് സന്തോഷമായിട്ട് പാടാം. ഇനി ഇങ്ങനെ ഷൂട്ട് ഡേറ്റ് ഉണ്ടെന്നുള്ള ദിവസം ഹന വന്നോ, നമുക്ക് ഹനാനെ കാണാലോ, സംസാരിക്കാലോ. എനിക്ക് അങ്ങനെ ഇവിടുന്ന് പോവാന്നുള്ളൊരു എനിക്ക് ഇവിടുന്ന് പോവാന്നുള്ളൊരു ഫീൽ ഇല്ല. കാരണം ഇപ്പം നമ്മുടെ പ്രോഗ്രാം ഓവർ കഴിയാറായി. പിന്നെന്താ ഇത്രയും നിന്നില്ലേ? ഒട്ടുമില്ല, ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം ഹന അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പോ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ പ്രീ ക്വാർട്ടർ സ്കെഡ്യൂളിൽ നിൽക്കുമ്പോൾ നമ്മളെ തൽക്കാലം നമ്മൾ ഈ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഹന ആൻഡ് കാർത്തിക. പക്ഷേ ബ്രില്യൻ സിംഗേഴ്സ് ആണ് നിങ്ങളുടെ. ഇനിയിപ്പോൾ ഇതൊക്കെ മാറിപ്പോൾ ചേച്ചി പറഞ്ഞ ടെൻഷനൊക്കെ മാറി, ഇനി ഞങ്ങൾ അടിച്ച് പൊളിച്ച് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സ്റ്റേജസ് വരാൻ പോവാണ്. ഓൾറെഡി 2 സിനിമയിൽ പാടി നമ്മുടെ ഹന. അതെ, നിങ്ങൾക്കൊക്കെ കാരണം ഇപ്പോഴത്തെ കാലമാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പം ഇന്ന് ഷിബാസ്, എൻ്റെ മേക്കപ്പ് മാൻ, അംശം എന്ന് പറഞ്ഞൊരു പാട്ട് എനിക്ക് മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. അതൊരു സിനിമാ സോങ് പോലും അല്ല. അപ്പം അങ്ങനെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. 100,000 കാര്യങ്ങൾ ചെയ്യാം, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹനയ്ക്കും കാർത്തികയ്ക്കും മെമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇപ്പൊ ജഡ്ജസ് കാശ് വേണ്ടേ? പൈസ, മെമെന്റോ, സർട്ടിഫിക്കറ്റ് ആൻഡ് ക്യാഷ് പ്രൈസ്.
ഓക്കെ MG സാർ, മെമെന്റോ. ഇനി നമുക്ക് ടോപ്പ് 3 ആ 3 പേർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കണ്ടേ? ടോപ്പ് 1 യശ്, സെക്കൻഡ് സ്നേഹ ആൻഡ് തേർഡ് തേജസ്. അപ്പോൾ കാർത്തിക ആൻഡ് ഹന, ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്കുക. ഓക്കെ, ഇവിടെ എപ്പോഴും വരണം. ഓക്കെ, ഇനി അമൃത് വേണിയുടെ പണപ്പെട്ടി കൊടുക്കണ്ടേ? അങ്ങനെ ഒരു കാര്യം ബാക്കിയുണ്ടല്ലോ. മാജിക് പീസ് വാ. കഴിഞ്ഞ 2 തവണ മിസ്റ്റിക് രാഗാസ് മാജിക് ബീച്ചിന് പണപ്പെട്ടി തന്നു. ഇത്തവണ ഈ അമൃത് വേണിയുടെ പണപ്പെട്ടി മാജിക് ബീച്ച് മിസ്റ്റിക് രാഗാസിന് അങ്ങ് കൊടുത്തേക്ക്. ഇനി ഉക്കിലേലെ ആർക്കാ കൊടുക്കാറ് എപ്പോഴും നമ്മള്? ടോപ്പ് 1 ഓൾറെഡി ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയി വെച്ചതാണ്. ഇതിപ്പോ രണ്ടാമത്തെ ഉക്കുലേലയും കൂടെ കൊണ്ടുപോവാണ് നമ്മുടെ യശ്. യശ് യുക്കിലേലെ കട തുടങ്ങും ബോംബെ. ഓക്കെ, അപ്പോ ഇന്നായിട്ടുള്ള എല്ലാവരും പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി നമ്മൾ ക്വാർട്ടറിലേക്കാണ് പോകുന്നത്. അപ്പൊ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദി ഇനി ക്വാർട്ടറിലേക്ക് കയറുകയാണ്. ഇനി വെറും 2 മാസത്തെ ജേർണിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇനി അടുത്ത സ്കെഡ്യൂളിൽ കാണാം ക്വാർട്ടറിലെ. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.